20,000 के नोट खत्म हो गए ना, देखा क्या? मनी ये कैसा अकाउंट में नहीं। ओ ओ कैश काउंटर। ഈ കാശ് ആരുടെയാ? എന്റെയാ. അല്ല, ഇനി എത്ര സമയം എടുക്കുന്നു പറയാമോ? ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നത് കണ്ടൂടെ? ചില്ലറ കൂമ്പാരായി കൂട്ടിവെച്ചിരിക്കല്ലേ. എത്ര പ്രാവശ്യം എണ്ണിയെന്നോ കൃത്യമായ എണ്ണം കിട്ടുന്നില്ല. 3000. അത് നീ പറയുന്ന കണക്കല്ലേ. ഞാൻ എത്രയാ എണ്ണിയതെന്ന് മറന്നുപോയല്ലോ. ഇതൊരു ശല്യമായല്ലോ. ആ 2995. 3000 മുഴുവനുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് എണ്ണി നോക്കിട്ടാ വന്നത്. വീണ്ടും ഒന്നുകൂടി എണ്ണി നോക്കിയേ. എടോ, ഞാൻ വേണമെങ്കിൽ 5.25 തരാം. ഇപ്പൊ 3000 തികഞ്ഞല്ലോ അല്ലേ? ഒന്ന് മാറുന്നുണ്ടോ? പോ നോക്ക്. എത്ര സമയം ആയോന്നറിയോ നിനക്ക്? ഇനി മാഡത്തിന്റെ ചെക്ക് കൂടി ക്യാഷ് ആക്കാനായിട്ടുണ്ട്. വീട്ടിൽ പോയാൽ കുടിക്കാൻ തരും നല്ല സ്ക്വാഷ്. ഇന്ന് ഹണി ബാങ്കിൽ എടുക്കാൻ വന്നു. ക്യാഷ് കൈയടിക്ക്. സാർ, എനിക്കും ഒരു കവിത ഓർമ്മ വരുന്നു. ഞാനൊന്ന് ചൊല്ലിക്കോട്ടെ? എന്താ ഇത്? തന്റെ കവിത പറച്ചിലൊക്കെ ഒന്ന് നിർത്ത്. മര്യാദയ്ക്കരുത്, ജോലി ചെയ്യാൻ നോക്ക്. വർണ്ണപ്പൊടി തൂകി സന്തോഷത്തോടെ ആഘോഷിക്കും ഹോളി. സുഹൃത്തെ, ഞങ്ങൾ എപ്പോഴും ഇവിടെ ചെയ്യുന്നുണ്ട് ജോലി. കൈയടിക്ക്. എന്റെ അമ്മച്ചി, ആരെവിടെ കയറി വെടിവെക്കുന്നത്? സ്വപ്നം സ്വപ്നം. ആ ശബ്ദമുണ്ടാക്കരുത്. ആരും നിൽക്കുന്ന സ്ഥലത്തു നിന്ന് അനങ്ങി പോകരുത്. ഇവിടെ തന്നെ നിക്ക്. നിൽക്കുന്ന സ്ഥലത്തുനിന്ന് അണങ്ങി പോകരുതെന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ഞാൻ ഈ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി വന്നിരിക്കുക. വേനൽക്കാലത്ത് കൊച്ചിയിലെ പെണ്ണുങ്ങൾ വെള്ളമെടുക്കുന്നു. നിങ്ങൾ എന്തിനോ എന്റെ ബാങ്ക് കൊള്ളയടിക്കുന്നു? കൈയടിക്കേ. എടാ, കന്ന സാറേ, കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോ നിങ്ങള് പഴയ സ്ഥലത്ത് തന്നെ എത്തി. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുതേ, കേട്ടോ? എല്ലാവരും അനങ്ങാതെ അവിടെ തന്നെ നിന്നോണം. വേഗം ഉള്ളതെല്ലാം എടുക്കാൻ നോക്ക്. വേഗം വേണം. വേണ്ട, പറയുന്ന കേക്ക്. ബാങ്ക് കൊള്ളയടിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ കാശായതിനുള്ളില്. ഒന്ന് പെട്ടെന്ന് ആംബുലൻസിനെ വിളിക്ക. പാസ്വേഡ്. ചേട്ടാ, പെട്ടെന്ന് ബാങ്ക് കൊള്ളയടിച്ചോണേ. എനിക്ക് പൈസ എടുത്തിട്ട് വീട്ടിലേക്ക് പോവാനുള്ളതാണേ. ഓ, എടാ ഒന്ന് വേഗം ആകട്ടെ, വേഗം. ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. എടാ ബണ്ണി, നീയാണോ ബാങ്ക് കൊള്ളടിക്കുന്നേ? ആരാണ് ഈ ബന്നി? നിന്റെ ബ്രേസ്ലെറ്റ് കണ്ടപ്പോ തന്നെ എനിക്ക് നിന്നെ പിടികിട്ടി ബണ്ണി. എടാ, ഞാൻ ബന്നി ഒന്നുമല്ല. മിണ്ടാതെ അവിടെ നിന്നോണം. എടാ, എല്ലാ പൈസ എടുത്തു കഴിഞ്ഞല്ലോ അല്ലേ? ഇതെടുത്തോണ്ട് പോവാൻ മറന്നു. താങ്ക് യു. ഇന്നൊരു നല്ല ദിവസം തന്നെയാ. എല്ലാം വിചാരിച്ചതുപോലെ നടന്നു. പോവാം. അതിസുന്ദരമായ സ്വപ്നങ്ങളെല്ലാം ഉറക്കമുണർന്നതും പോയി. എന്റെ ബാങ്ക് മൊത്തമായിട്ട് കൊള്ളയടിച്ചോണ്ട് പോയി. അടികൈ നന്നായിട്ട് അടിക്ക്. ഞാനിവിടെ വിഷമം പറഞ്ഞോണ്ടിരിക്കും, നിങ്ങൾ കൈയടിക്ക. ഗന്ന സാറേ, എത്രയും പെട്ടെന്ന് കാഡ്കർ മാഡത്തിന്റെ ചെക്ക് ഒന്ന് ക്യാഷ് ആക്കിത്താ. എനിക്ക് പോവാനുള്ളതാ. എടാ, ബാങ്കിന്റെ മുഴുവൻ കാശും കൊള്ളയടിച്ചോണ്ട് പോയി. എനിക്ക് ബാങ്കിന്റെ പൈസയൊന്നും വേണ്ട. കാഡ്കർ മാഡത്തിന്റെ പൈസ ഇല്ലേ, അതാ വേണ്ടത്. ഓ,
എന്റെ അമ്മച്ചി, ഞാൻ ഇവന് എന്ത് ചെയ്യും? എല്ലാ കാശും കൊള്ളക്കാര് കൊണ്ടുപോയി. കൊതുക് കടിച്ചാൽ നമ്മൾ അതിനെ അടിച്ചു കൊല്ലും. കാശ് കൊള്ള പോയാൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും. കൈയടിക്കേ. അയ്യോ അയ്യോ. പൈസ കൊണ്ടുപോയത് കൊള്ളക്കാരല്ലേ, പോലീസുകാരല്ലല്ലോ. പിന്നെ എന്തിനാ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നേ? ഇതിനകത്ത് കൊണ്ട് മുളകിട്ടത് ആരാണടേ? മുളക് ഇഷ്ടമില്ലാത്ത ഒരു തത്തയെ ഞാൻ കാണുന്നത് എന്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാണ്. അത് ശരി, അപ്പൊ ഇതൊക്കെ നിന്റെ പണിയായിരുന്നു അല്ലേ? അടിച്ചു പൊളിച്ചു തിമിർത്തു. നിന്നെ മാഡം ക്യാഷ് എടുക്കാൻ വേണ്ടിയല്ലേ അയച്ചത്? നീ എന്താ തന്ന ചെക്കും കൊണ്ട് തിരിച്ചു വന്നത്? കന്നാ സാറ് ഭയങ്കര കരച്ചില്ല. അദ്ദേഹം ക്യാഷ് തന്നില്ല. അത് ശരി, കരയാനുള്ള കാരണം എന്താണ്? അദ്ദേഹം പറഞ്ഞത് ബാങ്കിനകത്ത് പൈസ ഒന്നുമില്ലെന്നാ. അതുകൊണ്ടാ നമ്മുടെ പൈസ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. അപ്പൊ ആരോ ബാങ്കിലുള്ള പൈസ കൊള്ളയടിച്ചിരിക്കുന്നു. എടാ കഴുതേ, ബാങ്കിൽ കൊള്ള നടന്നിരിക്കുന്നു പറഞ്ഞ പോലെ നിനക്ക്. എങ്ങനെയായിരിക്കും കൊള്ളയടിച്ചത്? ആരായിരിക്കും? എനിക്കറിയില്ല. 5 പേർക്കും മുഖമില്ലായിരുന്നു. മുഖമില്ലാതെ എങ്ങനെയാടാ കൊള്ളയടിക്കാൻ വരിക? മനസ്സിലായില്ലേ? എല്ലാവരുടെ മുഖം മുഴുവൻ തുണി ചുറ്റിയിരിക്കുകയായിരുന്നു. അവരുടെ കണ്ണുകൾ മാത്രമേ പുറത്ത് കാണുന്നുണ്ടായിരുന്നുള്ളൂ. എടാ മണ്ട കഴുതേ, അവര് മാസ്ക് ഇട്ട് വന്നായിരിക്കും. എല്ലാ പൈസയും പോയി. മാഡത്തിന്റെ കാര്യം പോക്കാ. മാഡത്തിന്റെ കാര്യം എങ്ങനെ പോക്കാവും? പൈസ പോയത് ബാങ്കിന്റെ അല്ലേ? എടാ മാഡം പൈസ ഇട്ട് വെച്ചിരുന്നത് ബാങ്കിലല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ? കൊള്ളക്കാര് പൈസ അടിച്ചോണ്ട് പോയാ പോലീസുകാരെങ്ങനെ പൈസ നമുക്ക് തിരിച്ചു തരും? നീ എന്നെ എന്തിനാ തല്ലുന്നത്? ഇത്രയും ദിവസമായിട്ട് ഹണിയായിരുന്നു തല്ലിയത്. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് നിന്നെ തല്ലിയത്. അങ്ങനെയെങ്കിലും ഇവന് ബുദ്ധി വരുമോ നോക്കട്ടെ. എന്നാ വാ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം. ബാങ്കിലുള്ളവരും അങ്ങോട്ട് തന്നെയാ പോയിരിക്കുന്നേ. എടേ കണ്ടോ, എന്റെ പരീക്ഷണം വിജയിച്ചിരിക്കുകയാണ്. എന്റെ പരാതി ആദ്യം എഴുതണം സാർ. എന്റെ റിപ്പോർട്ടും എഴുത്. എന്റെ പെൻഷനും ഇല്ലാതെയായി. ഇനി ഞാൻ എന്ത് ചെയ്യും? ഈഷ്, ഓരോരുത്തരായിട്ട് പരാതി പറയൂ. ഞങ്ങൾ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. കൊച്ചളിയ, ജോലി എന്തെങ്കിലും പറ. ഇവര് നമുക്ക് സേവ ചെയ്യാൻ വേണ്ടി ഇരിക്കാത്രേ. ഹലോ എവരിബഡി. പിന്നെ എന്തൊക്കെ ഉണ്ട് ഇൻസ്പെക്ടറെ? അല്ല ബ്രോ, നമ്മൾ പറയുന്നൊന്നും ഇവർ കേൾക്കുന്നില്ല. രക്ഷപ്പെട്ടു. ആരാടാ അത്? പിറകെ ആക്രമിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിലോട്ട് വാ, നമുക്കൊരു കൈ നോക്കാം. കഷ്ടം, ഇത്രയും ഡയലോഗ് പറഞ്ഞിട്ട് ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ. ഈഷ്, ഇതൊന്ന് പോക്കിരിത്തരമാണ്. ഇങ്ങനെ വന്ന് പുറത്തു വീണാൽ ഞാൻ ആരുടെയും കംപ്ലൈന്റ് എടുക്കില്ല. ലൈനിൽ വാ, ലൈനിൽ. ഈഷ്.
ബന്നി ഇത്രയും വലിയ ലൈനിൽ കൂടെ പോയാ അവിടെ എത്തുമ്പോഴേക്കും സന്ധ്യയാകും. എന്താണെങ്കിലും വേഗം വേണം. എന്താന്ന് വെച്ചാലേ തത്തമ്മ പെണ്ണുവീട്ടുകാർ വരിക എന്നെ കാണാൻ വേണ്ടിട്ട്. അതെ, ആരുടെ 500 രൂപ വാതിലിന്റെ അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? ബാങ്കിലുള്ള മാഡത്തിന്റെ പണം കളവ് പോയി. ഞങ്ങളുടെ പരാതി എഴുതിക്കോളൂ. അപ്പോ ഇവിടെ ക്യൂവിൽ നിൽക്കുന്നവരൊക്കെ സിനിമ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി വന്നവരാണോ? എല്ലാവരും പരാതി നൽകാൻ വന്നവര് തന്നെയാ. ലൈനില് വാ, ലൈനില്. എല്ലാവരും പുറത്തു പോയി നിൽക്ക്. അതെ അച്ഛനെ, ലൈനിൽ ഇപ്പൊ ആദ്യമായിട്ടുള്ളത് ആരുവാ? പോലീസുകാരോട് മര്യാദക്കേടായി സംസാരിക്കുന്നു. പിടിച്ചകത്തിടും ഞാൻ. കുറച്ചു മുമ്പേ നിങ്ങളല്ലേ പറഞ്ഞത് പുറത്തേക്ക് പോവാൻ. ഇപ്പൊ ഇതാ പറയുന്ന അകത്താക്കുമെന്ന്. ആദ്യം എന്താ ചെയ്യാൻ പോകുന്നെന്ന് തീരുമാനിക്കേ. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് പോകാം. നമുക്കിപ്പോ റിപ്പോർട്ട് കൊടുത്തിട്ട് പോയാലും ഈ കേസ് തീരാൻ കുറെ കാലം പിടിക്കും. എങ്ങനെയാ പുറത്തേക്ക് പോവുക? യുവമാർ അടിപിടി ഇപ്പൊ തീരില്ല. നീ വിഷമിക്കണ്ട കൂട്ടുകാരാ, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. കണ്ടോ? അതെ, ഇൻസ്പെക്ടർ പാണ്ഡെയുടെ ടേബിളിൽ ഇരിക്കുന്ന 500 രൂപയുടെ നോട്ട് ആരുടേതാണ്? ഇനി എന്തായാലും ഇൻസ്പെക്ടർ പാണ്ഡെ റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് പോവേണ്ടി വരും. സംശയമുണ്ടോ? വേനൽക്കാലത്ത് വെള്ളമില്ലാതെ ഇടുക്കി ഡാം പോലും വറ്റിയില്ലേ. കൊള്ളയടിക്കാൻ അവന്മാർക്ക് എന്റെ ബാങ്ക് അല്ലാതെ വേറെ ബാങ്ക് ഒന്നും കിട്ടിയില്ലേ. കൈയടിക്ക്. ഞാനിവിടെ വേദനിച്ചിരിക്കുമ്പോ നിങ്ങൾ കൈയടിച്ച് രസിക്കല്ലേ? അല്ല, അത് പിന്നെ കൈ കൊട്ടിയാൽ നിങ്ങൾക്ക് വലിയ ഇഷ്ടമല്ലേ, അതുകൊണ്ടാ ഞങ്ങൾ എല്ലാവരും കൈ കൊട്ടിയത്. ദുബായി പോയാൽ റോഡ് മുഴുവൻ നടക്കുന്ന ഒരു ഷെയ്ക്കാ. എത്രയും പെട്ടെന്ന് എന്റെ ബാങ്ക് മാനേജർ പോസ്റ്റിങ്ങും പോക്കാ. കൈയടിക്ക്, നന്നായിട്ട് കൈയടിക്ക്. പേടിക്കണ്ട, ബാങ്കിലെ ജോലി പോയാലും നിങ്ങൾക്ക് നല്ല കാശുണ്ടാക്കാനായിട്ട് കയ്യിൽ കവിതയുണ്ടല്ലോ. നാട്ടുകാരെല്ലാം നമ്മളെ പോലെ സഹിക്കുമെന്ന് കരുതരുത്. ദീപാവലി കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോ ക്രിസ്മസ് വരും. ഇനി മാസാമാസം എനിക്ക് ആര് ശമ്പളം തരും? കൈയടിക്ക്. സാറ് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കൊള്ളയടിക്കുന്നവരുടെ ജോലി കൊള്ളയടിക്കല. അതാ നിങ്ങളുടെ ബാങ്ക് കൊള്ളയടിച്ചത്. അതെ സർ, നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഒരാവശ്യമില്ല. ഇതിൽ നിങ്ങളുടെ തെറ്റ് ഒന്നും തന്നെ ഇല്ലല്ലോ. മാഡത്തിന്റെ പൈസ എങ്കിലും സേഫ് ആക്കിയിരുന്നെങ്കിൽ മാഡത്തിനെങ്കിലും നിങ്ങളോട് സിമ്പതി ഉണ്ടാവായിരുന്നു. ഹണി, ഒരാള് വിഷമിച്ചിരിക്കുമ്പോ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ച് അയാൾ ഒരുപാട് വിഷമത്തിലാക്കരുത്. മനസ്സിലായോ നിനക്ക്? ഇനി നീ ഒരക്ഷരം ഇവിടെ നിന്ന് മിണ്ടിയാ എന്റെ സ്വഭാവം മാറും. മനസ്സിലായോ നിനക്ക്? കൊച്ചിയിലേക്ക് വരുന്ന എല്ലാ ട്രെയിനും താമസിച്ചാണ് വരുന്നത്. നീ എന്തിനാണ് എനിക്ക് ടവൽ തരുന്നത്? സർ, അത് പിന്നെ ടിഷ്യൂസിന്റെ വിലയൊക്കെ കൂടി. ടവലാകുമ്പോ വീണ്ടും നനച്ച് ഉപയോഗിക്കാമല്ലോ. ഓ, നിങ്ങൾ 4 പേര് വന്ന് പുറത്തു പോകുന്നുണ്ടോ? കന്ന സർ, നിങ്ങൾ വെറുതെ ഇങ്ങനെ വിഷമിക്കരുത്. തുമ്പയിൽ നിന്ന് ഇന്ത്യ വിടുന്ന റോക്കറ്റ് വിണ്ണിൽ മുട്ടും. ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയ പൈസയൊക്കെ എങ്ങനെ തിരിച്ചു കിട്ടും? കൈയടിക്ക്. ഒന്ന് വേഗം വാ. സത്യം പറയടാ. പറയാൻ. ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ച് വെച്ചിരിക്കുന്ന പൈസയൊക്കെ എവിടെ വെച്ചിരിക്കുന്നു പറയടാ. പറയാൻ. സാറേ, ഇത് വവ്വാലല്ലേ? ഇവനെ കൊണ്ട് എങ്ങനെ പറയാൻ പറ്റും? എവനെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞൂടാ. സിറ്റിയിൽ എവിടെ കൊള്ള നടന്നാലും ശരി, ഇവനത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. ഇവനെ തല തിരിച്ചു വെച്ച് ചോദിക്കേ, അപ്പൊ എല്ലാം പറയും. എന്റെ അമ്മോ, ഇവൻ വവ്വാലാണ്. ഇവൻ തല തിരിഞ്ഞല്ലേ നിക്കാറ്. തല തിരിച്ച് നിർത്തിയാലേ ഇവൻ നന്നായിട്ട് പുതച്ച് കിടന്ന് ഉറങ്ങും. അതുകൊണ്ടാ നേരെ നിർത്തിയിരിക്കുന്നത്. പറയടാ, പറയാൻ. എടാ, പൈസ എവിടെ വെച്ചിരിക്കുന്നത് മര്യാദയ്ക്ക് പറയടാ.
എടാ പറയടാ, മര്യാദക്ക് പൈസ എവിടെയാണെന്ന് പറയടാ. എടാ കുഞ്ഞി ബേബി, ആരടാ നീ? ഞാൻ മാത്രം എന്താ കൊങ്ങിണി ഭാഷയിലാണോ ഇവനോട് ചോദിച്ചത്? എന്റെ പൈസയും ഞാൻ ആ ബാങ്കിലായിട്ട് വെച്ചിരുന്നേ. എനിക്ക് വേൾഡ് ടൂർ പോകാനുള്ള പൈസയാ. അത് ശരി, വേൾഡ് ടൂറോ? നീ പോയിട്ട് കണ്ടിട്ടൊക്കെ വരുമ്പോ ഒരു 4-5 ജന്മമൊക്കെ ആവൂലോ അല്ലേ? എടാ എടാ എടാ, എന്നെ കളിയാക്കാൻ മാത്രം നീ വളർന്നോ? ഈ ബോഡി സ്റ്റീലാ, സ്റ്റീല്. നിന്റെ ഈ പീക്ക് റിവല ഉണ്ടെന്ന് ഇത് പിടിച്ചു കിട്ടാൻ പറ്റൂല. വിട്ടേക്ക് വിട്ടേക്ക്, സ്പൈഡർ ബോയ്, അത് ഞങ്ങളുടെ കൂട്ടുകാരനാ, വിട്ടേക്ക്. ഡേയ്, എല്ലാരും പൈസ പോയതിന്റെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. പിന്നെന്തിനാ വെറുതെ തല്ലുകൂടുന്നത്? ഇതാണ് രക്ഷപ്പെടാൻ പറ്റിയ സമയം. ഇതെന്തായാലും വലിയ പ്രശ്നം തന്നെയാ. കന്ന സാറിന്റെ ബാഗിൽ നിന്ന് പൈസ പോയി. അദ്ദേഹം കരയുന്നു. പാണ്ട ഇൻസ്പെക്ടർ പരവേശത്തിൽ നടക്കുക. പൈസ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന്? പൈസ ആകാശത്തൊന്നും വരില്ല, നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. സംശയമുണ്ടോ? ആ എന്നാ വാ, നമുക്ക് നാട് മുഴുവൻ തറയിൽ തന്നെ നോക്കി നടക്കാം. ഒരു 10-20 രൂപ ചില്ലറ കിട്ടും. എടാ, നമ്മൾ അന്വേഷിക്കുന്ന ചില്ലറയല്ല. എടാ നിന്നെ ഇന്ന് ഞാൻ ഇനിയൊന്ന് സമാധാനത്തോടെ ആലോചിക്കാം. എന്നാൽ ഇത്രയും വലിയ പട്ടണത്തില് ആ കൊള്ളക്കാരെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനാവും? അതെ ബായ്, എന്തുമാത്രം ബിൽഡിങ്സ്, എന്തുമാത്രം ഫ്ലാറ്റ്സ്, എന്തുമാത്രം ഹോട്ടൽസ്. ഇതിലോമാര് എവിടെയാണ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? സ്പൈഡർ ചേട്ടാ, ഈ വല നിങ്ങൾക്ക് ചോക്ലേറ്റ് ഫ്ലേവറിൽ ഉണ്ടാക്കിക്കൂടെ? ഇതിന്റെ ടേസ്റ്റ് ഒട്ടും കൊള്ളില്ല കേട്ടോ. ഇനി അവൻ കുറച്ചു നേരത്തേക്ക് മിണ്ടായിരിക്കും. നീയോ? എന്റെ ചേട്ടായി, എന്റെ വലിയൊരു എമൗണ്ട് ആ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ചോണ്ട് പോയത്. പറഞ്ഞാ വിശ്വസിക്കില്ല, ഇന്നലെ വലിയൊരു എമൗണ്ടാ ഞാൻ ആ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. എടാ കുഴിയാനെ, അവസാനം നിന്റെ പൈസയും പോയല്ലേ? ആ കൊള്ളക്കാരന്മാര് വെറുതെ വിടാൻ പാടില്ല. നിങ്ങൾ തന്നെ നന്നായിട്ടൊന്ന് ചിന്തിച്ച് നോക്ക്. ഇത്രയും അധികം ബിൽഡിങ്സ് ഫ്ലാറ്റ്സും ഉണ്ട്. ഇതിൽ നമ്മൾ എവിടെ പോയി അന്വേഷിക്കും? ആ, നമ്മുടെ എലിച്ചേട്ടനുണ്ടല്ലോ, ഇങ്ങേര് തുറന്ന് എല്ലായിടത്തും നോക്കും. എടാ, ഞാനൊരു എലിയ, ഡ്രില്ലിംഗ് മെഷീൻ അല്ല, എല്ലായിടവും തുറക്കാനായിട്ട് വഴിയുണ്ട്. എനിക്കറിയാം പൈസ എവിടെ ഉണ്ടെന്ന്. എന്റെ അമ്മോ, ആട്ടെ, താൻ ആരാണെന്ന് പറയേ. ഞാൻ കർത്ത, എല്ലാവരുടെയും സുഹൃത്താ. എടാ, ഇവനടുത്ത് എല്ലാവരും ഒന്ന് സൂക്ഷിക്കണേ, ഇവന് വട്ടാണ്. ചേട്ടായേ, ലോകത്ത് നല്ല കാര്യം പറയുന്ന എല്ലാവരെയും ആദ്യം വട്ടനാണെന്നേ പറയൂ. അതെല്ലാം വിട്ടേക്കൂ. ആ പൈസ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് പൈസ അവിടെ ഉണ്ട്. എവിടെയത്? ഒരു മുറിക്കകത്താണ്. അടിച്ചു പൊളിച്ചു തിമിർത്തോ. എടാ, ആ മുറിയുള്ള വീട് എവിടെയാന്നൊന്ന് പറ. വീട് എവിടെയുണ്ടോ അവിടെ തന്നെ മുറി ഉണ്ടാവും. മുറി എവിടെയുണ്ടോ അവിടെ തന്നെ വീടും ഉണ്ടാവും. ഇതുപോലും അറിയില്ല. ഓ, നിങ്ങൾ എല്ലാവരിലും നമ്മുടെ ഹണി തന്നെയാണ് ഏറ്റവും ബുദ്ധിമാൻ. പക്ഷേ സാർ, നമ്മൾ എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്നത്? ഞാൻ നിങ്ങളെ ആ വീട്ടിലേക്ക് കൊണ്ടുപോവാം. ഞാൻ കർത്ത, എല്ലാവരുടെയും സുഹൃത്താ. ഡക്ക് ചിക്ക് പോകാം. എല്ലാവരും വന്നോ? പോകാം. നീയും വാ. എനിക്ക് മാത്രം ഒന്നും സംഭവിക്കാൻ പാടില്ല. എത്തി
പോയി. ആരായിരുന്നാലും വാടാ, ഒരു കൈ നോക്കാം. ഡക്ക് ചിക്ക് വന്നോ? ഓ, ഏയ്, ഓ. ഇതേതോ ഡിസ്കോ ക്ലബ് എന്നാ തോന്നുന്നത്. പക്ഷെ മ്യൂസിക് അത്രയ്ക്ക് പോരാ. ഞാൻ കർത്ത എല്ലാവരുടെയും സുഹൃത്താ. അതെ, നിങ്ങൾക്ക് പൈസയല്ലേ വേണ്ടത്? ഇവിടെ ഒരുപാട് പൈസയുണ്ട്, നോക്കിയേ. ചേട്ടായി, ഈ കർത്താകാരന് നമ്മൾ മിക്കവാറും അകത്താ. ഇതേതോ വലിയ ബാങ്കിന്റെ ലോക്കറാണെന്നാ തോന്നുന്നേ. എന്തോന്നാ ലോക്കർ എന്നാണോ പറഞ്ഞത്? എങ്കി ഇവിടെ ഗാർഡ്സ് ഉണ്ടാവൂടെ, എല്ലാരും ഓടിക്കോ. വേഗം വാ, നമുക്ക് പോകാം. എന്റെ പിറകിന്ന് പറഞ്ഞവർ കൂടെ വഴിതാ. ഒന്ന് മാറ. ചേട്ടായി ഉണ്ടല്ലോ, അറിയാതെ ഹോളിന്റെ പുറത്ത് കാല് വെച്ചിരിക്കുക. ഒന്ന് കാലെടുക്ക്, ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളതാ. ബാങ്ക് കൊള്ളയടിക്കാൻ തുരങ്കം തൊട്ടി വന്നിരിക്കുകയാണല്ലേ? നീ ഒന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പോകുന്നില്ല. ഓടിക്കൂ. പിടിക്ക് ഓടിച്ചിട്ട് പിടിക്ക് അവനെ പിടിക്ക്. വെളുത്ത കാക്ക. കഴിയാതെ പോന്നു. പണിക്കിട്ടി. ഇത് ചീറ്റിംഗ് ആണ്. നിങ്ങളും കാലി മാറ്റിയിട്ട് ഞങ്ങളെ പിടിക്കാൻ നോക്ക്. നിന്നെയൊക്കെ പിടിക്കാൻ അവർ തന്നെ ധാരാളമാ. സാർ, ഞങ്ങൾ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി വന്നതല്ല. ഒരു അബദ്ധത്തിൽ ഇവിടെ വന്ന് പെട്ടുപോയതാണ് സാർ. അതെ, ഞങ്ങള് കൊള്ളപോയ മുതൽ തേടി അന്വേഷിച്ചിറങ്ങിയതാ, മനസ്സിലായോ? എല്ലാം മനസ്സിലായി. നിങ്ങളാണ് ആ ബാങ്ക് കൊള്ളക്കാർ. ഇനി നിങ്ങൾ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് സാർ. ആ വഴിയുടെ മുകളിലാണ് സാർ കാല് വെച്ചിരിക്കുന്നത്. കാലെടുക്ക്, ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളതാ. പ്ലീസ്, ഞങ്ങളെ രക്ഷപ്പെടാനൊന്ന് സഹായിക്കേ. ഇവന്മാരെ പിടിച്ചു കേട്ട് എന്നിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. എത്ര പേരുണ്ടായിരുന്നു? സാറേ, ഒരു 4-5 പേരുണ്ടായിരുന്നു. എടാ, കൃത്യമായിട്ട് പറയടാ, 4 അതോ 5? സാർ, വന്നത് 5 പേരായിരുന്നെങ്കിലും അതിലൊരാൾ ബോസ് ആയിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ 4 പേരല്ല സാർ. ഓക്കേ, ബാങ്ക് ആരുടെ ഏരിയയിലാണ് വരുന്നത്? സാർ കമ്മീഷണറാണ് സാർ. സിറ്റിയിലുള്ള എല്ലാ ബാങ്കും സാറിന്റെ ഏരിയക്കകത്താണ് വരുന്നത്. എടാ മരമണ്ട, ഏത് ബാങ്കാണോ കൊള്ളയടിക്കപ്പെട്ടത് ആ ബാങ്ക് നിന്റെ സ്റ്റേഷൻ പരിധിയിലാണ് വരുന്നത്. അത് ശരി തന്നെയാണ് സാർ.
ഓക്കേ 12 മണിക്കൂറിനുള്ളിൽ നീ ആ കൊള്ളക്കാരെ കണ്ടുപിടിച്ചില്ലെങ്കിൽ നിനക്ക് ട്രാൻസ്ഫർ എവിടേക്കാണെന്ന് അറിയാമോ? അവിടെ പോയി ഈഷ് എന്ന് പറയുവാൻ നീ 500 രൂപ കൊടുക്കേണ്ടി വരും. ചായയായിരുന്നു സർ. മതിയാക്ക് മരമണ്ട. ചൂട് ചായയാണെന്ന് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ? എത്രയും പെട്ടെന്ന് കൊള്ളക്കാരെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അന്വേഷിക്ക്. ഇനി എന്തായാലും അതിന്റെ ആവശ്യമില്ല സർ. ഇതാ ബാങ്ക് കൊള്ളക്കാർ. പോയിക്കോ. ഈഷ്, ഹണി, ബണി, സോർദാർ, പോപ്പട്ട്. നിനക്ക് ഇവന്മാരെയൊക്കെ അറിയാവോ? അപ്പൊ ഈ കൊള്ളക്കാരുമായി നിനക്ക് ബന്ധമുണ്ടല്ലേ? ഈഷ് സർ, ഇവർ ബാങ്ക് കൊള്ളക്കാരെ അല്ല. മതിയാക്ക്. നിങ്ങൾ 4 പേരിൽ ബോസ് ആരാണ്? കൊച്ചളിയ, നീയല്ലേ എപ്പോഴും ബോസ് ബോസ് എന്ന് പറയാറ്? എടാ, അടിയാ, നീ നിന്റെ വായൊന്ന് അടച്ചു വെക്കടാ. അയാള് ചോദിച്ചത് ബാങ്ക് കൊള്ളക്കാരുടെ ബോസ് ആരാന്നാ. മിണ്ടരുത്. 4 പിടിച്ച് അകത്താക്ക്. ഒരിക്കൽ ഞങ്ങളുടെ കെട്ടൊന്ന് അഴിച്ചുവിട്. അപ്പൊ ഞങ്ങൾ അറിയിക്കാം ഞങ്ങൾ ആരാണെന്ന്. എടാ, സാറിനോടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ പീറ കൊള്ളക്കാരന്മാരെ, നിന്റെയൊക്കെ കെട്ടഴിച്ചു വിട്ടാ നീയൊക്കെ എന്നെ എന്ത് ചെയ്യുമടാ? നിന്നെ പോലുള്ള കുറെ എണ്ണത്തെ കണ്ടിട്ടാ ഞാൻ ഈ പണിക്ക് വന്നത്. യുവമാരുടെ കെട്ടഴിച്ചു വിട്. സാർ, ഞങ്ങൾ നിരപരാധികളാ, ഞങ്ങളോട് ക്ഷമിക്കണം. അതെ സാർ, ഞങ്ങൾ എത്രയോ കള്ളന്മാരെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങള് ബാങ്ക് കൊള്ളയടിക്കോ? അതെ, ഞങ്ങൾക്കൊരു മുട്ടായി പോലും മോഷ്ടിക്കാൻ അറിയില്ല. പിന്നെ എങ്ങനെ ഞങ്ങളെ കൊണ്ട് ബാങ്ക് കൊള്ളയടിക്കാൻ പറ്റും? ഈഷ്, ഇവർ ബാങ്ക് കൊള്ളക്കാരല്ല സർ, ഇവർ നല്ല പൗരന്മാരാണ്. നമ്മൾ ഇവരെ പറഞ്ഞു വെച്ചിട്ട് ബാങ്ക് കൊള്ളക്കാരെയാണ് അന്വേഷിക്കേണ്ടത്. നമ്മളല്ല, നീയാണ് അന്വേഷിക്കേണ്ടത്. തന്ന സമയം തീരുന്നതിന് മുൻപ് അവന്മാർ ഈ പട്ടണത്തിൽ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കണം. സാറിന് വേണമെങ്കിൽ 2-3 മണിക്കൂർ കൂടുതൽ ചോദിച്ചൂടെ? ഈഷ്, മിണ്ടരുത്. ചോദിച്ചാൽ അദ്ദേഹം സസ്പെൻഡ് ചെയ്യും. സാർ പോയിക്കൊള്ളൂ. സാർ പറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ കൊള്ളക്കാരെ പിടിച്ചിരിക്കും. സാറ് വിഷമിക്കണ്ട, പറഞ്ഞോളൂ. ഞങ്ങൾ എന്ത് സഹായമാണ് സാറിന് ചെയ്യേണ്ടത്? ഈഷ്, സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവല്ലേ? എങ്കിലൊരു കാര്യം ചെയ്യ്. നിങ്ങൾ സഹായിക്കാതിരിക്കുന്നത് തന്നെ സഹായമാണ്. നിങ്ങൾ ചെയ്ത സഹായം ഇപ്പൊ തന്നെ ഒരുപാടായി പോയി. ഈഷ്, ഡോണ്ട് വറി, വിഷമിക്കാതിരിക്കുന്നേ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? ഞങ്ങള് ചായക്കടയിൽ നിന്ന് നെയ്യപ്പം തിന്നു. നെയ്യപ്പം തിന്നുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് ചെയ്തത്? അതിനു മുമ്പ് ഞങ്ങൾ പാർക്കിൽ കളിക്കാൻ വേണ്ടി പോയിരുന്നു. പാർക്കിൽ പോകുന്നതിന് മുമ്പ് എന്താണ് ചെയ്തത്? അതിനു മുൻപ് ഞങ്ങള് ഒന്നും ചെയ്തില്ല. ബാങ്ക് റോബറി കേസിൽ നിന്ന് നിങ്ങൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഇൻസ്പെക്ടർ പാണ്ഡ എന്നോട് എല്ലാം പറഞ്ഞു. ആ വട്ടി പിടിച്ച കറുത്തല്ലേ അയാള് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വട്ടു പിടിച്ചവന്റെ കൂടെ നിങ്ങൾക്ക് എന്തിനാണ് ചങ്ങാത്തം? യു ആർ റൈറ്റ് മാഡം. ഞങ്ങൾക്ക് വട്ടുപിടിച്ചവന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമില്ല മാഡം. ദാ ഈ അണി തന്നെ ഞങ്ങൾക്ക് അധികപ്പറ്റാണ്. നോക്ക്, പോലീസുകാർ അവരുടെ പണി ചെയ്യട്ടെ. നിങ്ങൾ അവരുടെ പണിയിൽ ശല്യം ഒന്നും ചെയ്യരുത്. ബാങ്കിലെ സെക്യൂരിറ്റി ഗാർഡാ ഈ ശല്യമൊക്കെ ചെയ്തത്. അയാള് മര്യാദയ്ക്ക് കാലെടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ ഹോള് വഴി രക്ഷപ്പെടുമായിരുന്നു. ഷട്ട് അപ്പ് ഹണി. മിണ്ടാതെ പോയി കിടന്ന് എല്ലാവരും ഉറങ്ങാൻ നോക്ക്.
എനിക്കെന്താ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്? എനിക്ക് മാത്രം എന്തിനാ ഇങ്ങനെ സംഭവിക്കുന്നത്? ഓഹോഹോ, ബാങ്ക് കൊള്ളയടിച്ച വിഷമം തീർന്നില്ല എന്നാ തോന്നുന്നേ. ഇന്നും കരച്ചിലാണല്ലോ. എന്ത് പറ്റി കന്ന സർ? ഷവറായ റോഡിലേക്ക് വലിച്ചെറിയുകയും അരുത്. എനിക്ക് മാത്രം ഇത്രയും പ്രശ്നങ്ങൾ വരികയും അരുത്. കൈയടിക്ക്. മാഡം, മീനിന്റെ വില കുറഞ്ഞിരിക്കുക. മാഡം പ്ലീസ് കരിമീൻ വാങ്ങിച്ച് പൊരിച്ച് ഒരു പ്ലേറ്റിൽ വെച്ച് എനിക്ക് താ. കരിമീൻ പൊരിച്ചവന്റെ വായ്ക്കകത്ത് കേറ്റ്. അതിനു മുമ്പ് നീ താഴെയുള്ള ന്യൂസ് ഒന്ന് നോക്ക്. കൈയടിക്ക്. ബാങ്ക് ചല്ലിയടിക്കാൻ തെറ്റി. ബാങ്ക് കൊള്ളക്കാര് ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. നാളെ MG റോഡ് ബ്രാഞ്ച് കൊള്ളയടിക്കുന്ന്. എന്റെ അമ്മച്ചി, സാർ എന്തിനാണ് കരയുന്നത്? സാറിന്റെ ബാങ്ക് കൊള്ളയടിച്ചു കഴിഞ്ഞല്ലോ. ഇവര് വേറെ ഏതോ ബാങ്കിനെ പറ്റിയല്ലേ പറയുന്നത്? സാറിന് ഈ ബാങ്കില് ഇന്നാണ് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത്. എന്റെ അമ്മച്ചി, ഭാഗ്യക്കുറിയിൽ 1ാം സമ്മാനം അടിച്ചാൽ അതവന്റെ രാശി. ബാങ്ക് കൊള്ളക്കാർക്ക് എന്റെ അടുത്ത് എന്താ ഇത്ര വാശി? കൈയടിക്ക്. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്കുള്ള സുരക്ഷ പോലീസുകാർ തീർച്ചയായിട്ടും നൽകും. ഒരു പക്ഷെ അവര് നൽകിയില്ലെങ്കിലോ? വീണ്ടും സാറിനെ ഇതുപോലെ ദുഃഖിതനായിട്ട് കാണേണ്ടി വരും. ഇത് കേട്ട് നിങ്ങൾ 4 പേരും ചാടി പുറപ്പെട്ടേക്കരുത്. കിറ്റി ദുഃഖിതയാണ് മാഡം. പോലീസുകാർക്ക് ഹെൽപ്പ് ചെയ്തത് ഒരു നല്ല പൗരന്റെ കടമയാണ്. മാർക്കറ്റിൽ പോയി പച്ചക്കറി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നതും ഒരു നല്ല പൗരന്റെ കടമ തന്നെയാണ്. സിറ്റിയിൽ മഴ പെയ്താൽ വെള്ളം പോകാൻ വഴിയില്ല. ആ ബാങ്ക് കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് ആ ബാങ്കിനെ രക്ഷിക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല. കൈയടിക്ക്. സാർ, ബെഞ്ച് പ്രസ് ഞാൻ ഒരിക്കൽ പ്രസ് ചെയ്തോളാം സാർ. എന്റെ അമ്മച്ചി. ഐ എം വെരി സോറി മാഡം. കാര്യം എന്താന്ന് വെച്ചാ ബാങ്കിലുള്ള പൈസയൊക്കെ പോയതിനു ശേഷം തലയ്ക്കകത്ത് ഒന്നും ഓടുന്നില്ല. ഈ കയറെന്തിനാ കെട്ടി വെച്ചിരിക്കുന്നേ? മാഡം പറഞ്ഞത് ശരി തന്നെയാ. ആരെയും നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. കണ്ടോ, ഒരു കയറിന്റെ പുറത്താ ഈ ജിമ്മ് തന്നെ ഇരുന്നത്. എടാ, ബാങ്കിലെ പൈസ പോയത് കാരണം ഒരു വഴിയായിരിക്കാ. നീ കാരണം ഇനി ഞാൻ പെരുവഴിയിലാവോ? അല്ല കൂട്ടുകാരാ, ഞങ്ങൾ ഇവിടെ നിന്റെ പൈസ തിരിച്ചു തരുവാനുള്ള പ്ലാനുമായിട്ട് വന്നിരിക്കുകയാണ്. സംശയമുണ്ടോ? അത് ശരി, അതെങ്ങനെയാ? ബാങ്ക് കൊള്ളക്കാരെ നാളെ ബാങ്ക് കൊള്ളയടിക്കാൻ പോവുക. നീ പോയി ആ കൊള്ളക്കാരെ എങ്ങനെയെങ്കിലും പിടിക്കണം. നീ പറയുന്നതൊക്കെ ശരി തന്നെ, പക്ഷെ ഞാൻ എന്തിനാ അതൊക്കെ ചെയ്യേണ്ടത്? കാരണം ഞങ്ങളുടെ കൈ കെട്ടിയിട്ടിരിക്കാണ്. എന്ത്? നമ്മുടെ കൈ കെട്ടിയിരിക്കുന്നെന്നോ?
പക്ഷെ കയറൊന്നും തന്നെ കാണുന്നില്ലല്ലോ. എടാ കഴുതേ, കയറുകൊണ്ട് കെട്ടിയതല്ല, നമ്മളാരും അടിക്കില്ലെന്ന് മാഡത്തിന് വാക്ക് കൊടുത്തിട്ടുള്ളതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനായി മാഡം ഒരിക്കലും ദേഷ്യപ്പെടില്ല. നിങ്ങൾ കൊള്ളക്കാരെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവര് ഒരുപാട് സന്തോഷിക്കും. അടിച്ചു പൊളിച്ചു തിമിർത്തു. മേഡം നമുക്ക് എല്ലാ അനുവാദവും തന്നാണ് ഇങ്ങോട്ട് അയച്ചത്. അതെ, കൊള്ളക്കാരെ പിടിക്കാൻ പറ്റിയ കിറ്റിയുടെ അടുത്ത് എനിക്ക് ഹീറോ ആകാൻ കഴിയും. ആ ശരി, എന്നാ ഇന്ന് ജിം അവധിയാ. നാളെ വന്ന് ബോഡി കയറ്റിക്കോ. കൂട്ടുകാരെ, ഞാനും ഹെൽപ്പ് ചെയ്തോട്ടെ? തീർച്ചയായും. ആ ശരി, ഇപ്പൊ പറ, എന്താണ് പ്ലാന്? ആ, നമ്മള് കൊള്ളക്കാരെ പോലെ വേഷം ധരിച്ച് ബാങ്കിനകത്തേക്ക് പോകും. അവരുടെ കൂടെ ചേർന്ന് അവർ പോകുന്ന സ്ഥലം കണ്ടുപിടിക്കും. കൊച്ചളിയ, ഐഡിയ എന്തായാലും ഗംഭീരം തന്നെ. അവരുടെ കൂടെ അവരുടെ സങ്കേതത്തിലേക്ക് പോയി പൈസ എല്ലാം പങ്കിട്ടെടുത്ത് അതിവിടെ കൊണ്ടുവന്ന് നമ്മളെല്ലാം വീതിച്ചെടുക്കും. അല്ലട കഴുതേ, നമ്മളിൽ ആരെങ്കിലും അവരുടെ സങ്കേതം കണ്ടുപിടിക്കുമല്ലോ, അത് നമുക്ക് പോലീസിനോട് പറയാം. വൃത്തികെട്ട ഐഡിയ ഇത്. ആ പൈസ മുഴുവൻ പോലീസുകാർ കൊണ്ടുപോയില്ലേ? എടാ, കൊള്ളയടിക്കപ്പെട്ട പൈസ മുഴുവൻ പോലീസ് ബാങ്കിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കും. അതോടുകൂടി എല്ലാവർക്കും പൈസ തിരിച്ചു കിട്ടുകയും ചെയ്യും. ആ ഐഡിയ എന്തായാലും കൊള്ളാം. പക്ഷേ അവന്മാരെ ആരാണ് തിരിച്ചറിയുക? ഞാൻ തന്നെ, കാരണം ഞാനേ അവരെ കണ്ടിട്ടുള്ളൂ. അവരുടെ വേഷം രൂപം എനിക്കല്ലേ അറിയൂ. ഇനി അവർക്ക് രക്ഷയില്ല. നമ്മൾ തീർച്ചയായും ബാങ്ക് കൊള്ളക്കാരെ പിടിച്ചിരിക്കും. ഇനി നമ്മൾ ഒന്നാണ്. എന്റെ അമ്മച്ചി, അവര് പറഞ്ഞ ബാങ്ക് ഇത് തന്നെയല്ലേ? ഇവിടെയല്ലേ ഇന്ന് കൊള്ളയടിക്കാൻ പോകുന്നേ? വാ, നമുക്ക് ഇപ്പൊ തന്നെ അകത്തേക്ക് പോവാം. എല്ലാരും വേഗം വാ. എടാ, പോലീസ് നേരത്തെ തന്നെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയ പൈസ കണ്ടവരുണ്ടോ? ഇൻസ്പെക്ടർ പാണ്ഡ, എല്ലാം ശരിക്കും നടക്കുന്നുണ്ടോ? ഈഷ്, ഇൻസ്പെക്ടർ എന്ന് മാത്രം പറയരുത്. ഞങ്ങൾ വേഷം മാറി സിവിൽ ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. എടാ, പാണ്ഡ സാറ് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറി നിൽക്കാം, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പിടിക്കപ്പെടും. സംശയമുണ്ടോ? ഇത് നോക്ക്, ഓരോരുത്തരും ഓരോ പൊസിഷനിൽ പോയി നിൽക്ക. ഈ കഴുത കൊള്ളക്കാരന്മാരുടെ കൂടെയല്ലേ വരേണ്ടത്? ഇവൻ എന്താ ഇത്രയും നേരത്തെ എന്തിനാ വന്നത്? ഈ കഴുത തീർച്ചയായിട്ടും മൊത്തം പ്ലാനിനെ നശിപ്പിക്കും. ഈഷ്, ബാങ്ക് കൊള്ളക്കാരൻ പിടിക്കൂ. എന്റെ അമ്മച്ചി, രക്ഷിക്കണേ. കളിക്കണ സമയത്ത് വികൃതി കാണിക്കും കുട്ടി. ഐസ്ക്രീമിൽ മുട്ടി ഇതാ ഒരു തത്തയ്ക്ക് പണി കിട്ടി. കൈയടിക്ക്. ദാ
നോക്ക്, പോലീസുകാർ ജോലി ചെയ്യുമ്പോൾ തടസ്സം നിൽക്കരുത്. സാർ ഇത് ഹണിയാണ്. ഹേയ് ഹേയ്, ആരും അനങ്ങി പോകരുത്. പെട്ടെന്ന് പൈസ എടുത്ത് എന്റെ ആൾക്കാരുടെ കയ്യിൽ കൊടുത്ത് വണ്ടിയിൽ വെക്കാൻ പറയൂ. പോലീസുകാർ തന്നെ ഇങ്ങനെ ബാങ്ക് കൊള്ളയടിച്ച എങ്ങനെയാ? ഏയ്, കൊള്ളയടിക്കുന്നതല്ല, ഞങ്ങൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് വരികയാ. കൊള്ളക്കാര് പൈസ അടിക്കുന്നതിന് മുൻപ് തന്നെ മൊത്തം പൈസ ഹെഡ് ക്വാർട്ടേഴ്സിൽ എത്തിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായോ? ഇവന്മാര് കൊള്ളക്കാരാ. സൂക്ഷിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ഇദ്ദേഹം എന്നെ സസ്പെൻഡ് ചെയ്യും. ഇല്ല, ഇവന്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് ഞാൻ അന്നും കണ്ടതാണ്. ഇവനാണ് കൊള്ളക്കാരുടെ തലവൻ. കന്നാ സാറ് നേരത്തെ ജോലി ചെയ്യുന്ന ബാങ്ക് കൊള്ളയടിച്ചിരുന്നില്ലേ? അന്ന് ഇവനെ ഞാൻ കണ്ടായിരുന്നു. സംശയമില്ല, അവൻ തന്നെയാണ് ഇവൻ. നീ ബുദ്ധിമാൻ തന്നെയാണ്. എന്നെ കണ്ടുപിടിച്ചു അല്ലേ? ഇവൻ തന്നെയാണ് കൊള്ളക്കാരൻ. പോലീസ് വേഷമിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. കൊള്ളയടിക്ക്, ബാങ്ക് മുഴുവനും കൊള്ളയടിക്ക്, ഒന്നും ബാക്കി വെക്കാൻ പാടില്ല. എല്ലാവരും മാറി നിൽക്ക്. പോലീസുകാർക്ക് കൊള്ളക്കാരെ പിടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്ക്. മാറി നിൽക്ക്. എടാ, ഇവന്മാര് ബാങ്ക് കൊള്ളയടിക്കും. അത് തടഞ്ഞേ മതിയാകൂ. അടിപൊളി. ഈ ഇടയായിട്ട് എനിക്ക് എന്തൊരു ശക്തിയാ. എല്ലാവരും കാല് പിടിച്ച് എന്നോട് മാപ്പ് ചോദിക്കുകയാണോ? മാപ്പ് പറയല്ലടാ, പിടിച്ചതാ. കൊണ്ടുപോ, ഇവർ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോ. കാലക്കി കൂട്ടുകാരെ, കാലക്കി. അടിപൊളി. കാലക്കി കൂട്ടുകാരെ, കാലക്കി. എടവപ്പാതി മഴ കഴിഞ്ഞ ഉടനെ പാടം മുഴുവൻ പച്ചപ്പുൽ മുളച്ചു. പൈസ കൊള്ള പോകാതെ ഇവർ നമ്മളെ തുണച്ചു. കൈയടിക്ക. നോക്ക, ഒരു കൊള്ളക്കാരനെ ഞാനും തനിച്ചു പിടിച്ചു. സോബോഷ്, സോബോഷ്. എന്തായാലും നിങ്ങൾ കാരണം ബാങ്ക് കൊള്ളയടിക്കപ്പെട്ട പൈസ മുഴുവനും തിരിച്ചു കിട്ടും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി വെരി ഗുഡ്.
ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ബാങ്കിന്റെ പൈസയെ തിരിച്ചു കിട്ടുള്ളൂ. മാഡത്തിന്റെ പൈസ കിട്ടില്ലേ?